Good afternoon all. അപ്പോൾ ഇന്ന് നമ്മൾ മിക്സ് ഡിസൈൻ്റെ ഒരു പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും IS 10262/2009 കോഡ് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ കോഡ് ഒന്ന് കയ്യിലെടുക്കുക കേട്ടോ. then നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Design a concrete mix of M25 grade as per IS 10262/2007 from the following data. Maximum size of aggregate 20 mm, degree of workability 0.9. ഇത് കോമ്പാക്ഷൻ ഫാക്ടർ ആണ് കേട്ടോ തന്നിട്ടുള്ളത്. ഡിഗ്രി ഓഫ് വർക്കബിലിറ്റി എന്ന് പറയുന്നത് 0.9 ആണ്. ദെൻ ഡിഗ്രി ഓഫ് ക്വാളിറ്റി കൺട്രോൾ ഗുഡ്. അതെപ്പോഴും നമ്മൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പർവിഷൻ എപ്പോഴും നമ്മൾ ഗുഡ് ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. അത് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഗുഡ് ആണെന്നുള്ള അസംഷനിൽ ചെയ്യാം. ടൈപ്പ് ഓഫ് എക്സ്പോഷർ മോഡറേറ്റ്. ദെൻ സിമെന്റ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് 43 ഗ്രേഡ്, സ്പെസിഫിക് ഗ്രാവിറ്റി 3.15. അത് നമ്മൾ ഉപയോഗിക്കുന്നത് OPC ആണ്, 43 ഗ്രേഡ് ആണ്. അതേപോലെ തന്നെ ആ സിമെന്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 3.15 ആണ്. ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കോഴ്സ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും തന്നിട്ടുണ്ട്. കോഴ്സ് അഗ്രിഗേറ്റിന്റെ 2.65ഉം ഫൈൻ അഗ്രിഗേറ്റിന്റെ 2.6ഉം ആണ്. ദെൻ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് കോഴ്സ് അഗ്രിഗേറ്റിന്റെ 0.6ഉം 0.6ഉം അതുപോലെ തന്നെ ഫൈൻ അഗ്രിഗേറ്റിന്റെ 1.2% ആണ്. അതേപോലെ തന്നെ റിവർ സാൻഡ് ഇസ് കൺഫോമിംഗ് ടു സോൺ 1. റിവർ സാൻഡ് നമ്മൾ എടുത്തിട്ടുള്ളത് സോൺ 1 ഗ്രഡേഷൻ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്വസ്റ്റ്യനകത്ത് ഉണ്ടായിരിക്കുക. ബാക്കിയെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ കോഡിൽ നോക്കിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ആ കോഡ് കയ്യിലെടുത്തിട്ട് അതിന്റെ പേജ് നമ്പർ 4 എടുക്കുക കേട്ടോ. പേജ് നമ്പർ 4. അപ്പൊ പേജ് ഒന്ന് നിങ്ങൾ ഒന്ന് നോക്കുക കേട്ടോ. ആ പേജിനകത്ത് നമുക്ക് ഗ്രേഡ് ഡെസിഗ്നേഷൻ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ എക്സാമ്പിൾ, അതായത് കോഡിൽ തന്നിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് M40 അനുസരിച്ചിട്ടുള്ള ഡിസൈനാണ്. പക്ഷെ നമ്മുടെ കോൺക്രീറ്റ് M25 ആണ്. അപ്പൊ 25 ഗ്രേഡ് കോൺക്രീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വാല്യൂസ് ഒക്കെ എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. എന്തൊക്കെ കണ്ടുപിടിക്കണം? അതായത് ടൈപ്പ് ഓഫ് സിമെന്റ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് 43 ഗ്രേഡ് ആണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതന്നെ എടുക്കാം. ദെൻ മാക്സിമം നോമിനൽ സൈസ് ഓഫ് അഗ്രിഗേറ്റ്. ഗ്രേഡ് ഡെസിഗ്നേഷൻ ഇതിനകത്ത് M40 ആണ്, പക്ഷെ നമുക്ക് എത്രയാണ്? M25 ആണല്ലേ. അപ്പോൾ നമുക്ക് M25 ആണെന്ന് അത് റീറൈറ്റ് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ OPC എന്ന് പറയുന്നത് 43 ഗ്രേഡ് ആണ്. നമുക്കും 43 തന്നെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പൊ അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ മാക്സിമം നോമിനൽ സൈസ് ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 20 mm ആണ്. അപ്പൊ 20 mm ആയിട്ട് തന്നെ നമുക്കതും കൺസിഡർ ചെയ്യാം. ദെൻ അടുത്തത് മിനിമം സിമെന്റ് കണ്ടന്റ്. ഈ മിനിമം സിമെന്റ് കണ്ടന്റ് നമ്മൾ എടുക്കുന്നത് IS 456 എന്നാണ് കേട്ടോ. IS 456/2000 കോഡിനകത്ത് ടേബിൾ 5ൽ നിന്നാണ് നമ്മൾ മിനിമം സിമെന്റ് കണ്ടന്റ് എടുക്കുന്നത്. അപ്പൊ ടേബിൾ ഞാൻ അടുത്ത സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് പറയുമ്പോൾ പറയാം കേട്ടോ. ദെൻ മാക്സിമം വാട്ടർ സിമെന്റ് റേഷ്യോ. മാക്സിമം വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് ഇവിടെ M25 ഇവരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഇവരെടുത്തിട്ടുള്ളത് 4.45 ആണ്. പക്ഷെ നമുക്ക് അതും ടേബിൾ 5ൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സ്പോഷർ കണ്ടീഷൻ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഏത് കണ്ടീഷനാണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. ഇവിടെ തന്നിട്ടുള്ള എക്സ്പോഷർ കണ്ടീഷൻ എന്ന് പറയുന്നത് സിവിയർ ആണ്, പക്ഷെ നമ്മുടെ എക്സ്പോഷർ കണ്ടീഷൻ മോഡറേറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ മോഡറേറ്റ് എക്സ്പോഷർ കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമെന്റ് കണ്ടന്റും വാട്ടർ സിമെന്റ് റേഷ്യോ നമുക്ക് IS 456 ടേബിൾ 5ൽ നിന്നും എടുക്കാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അത് 300ഉം 0.5ഉം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ടാബുലാർ ഫോം എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
അടുത്ത് വർക്കബിലിറ്റി നമ്മളോട് കോമ്പാക്ഷൻ ഫാക്ടറിന്റെ ടേംസിലാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 0.9 കോമ്പാക്ഷൻ ഫാക്ടറിനുള്ള വർക്കബിലിറ്റി എന്ന് പറയുന്നത് 100 mm ആണ്. ഓക്കെ, അപ്പം നമുക്ക് സ്ലം വാല്യൂ എന്ന് പറയുന്നത് 100 mm ആണെന്ന് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു. അടുത്തത് മെത്തേഡ് ഓഫ് കോൺക്രീറ്റ് പ്ലേസിംഗ്, പമ്പിംഗ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് മെത്തേഡ് ഓഫ് കോൺക്രീറ്റിങ്ങിന്റെ ഡെസിഗ്നേഷൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് നമ്മൾ മറ്റേ നമ്മുടെ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്നുള്ളത് പറഞ്ഞിട്ടില്ല. നമുക്ക് പമ്പിംഗ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ദെൻ ഡിഗ്രി ഓഫ് സൂപ്പർവിഷൻ ഓൾവേസ് ഗുഡ് ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കതും ഗുഡ് ആണെന്ന് അസ്യൂം ചെയ്യാം. അത് നമ്മുടെ ക്വസ്റ്റ്യനും ഗുഡ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് ക്രഷ്ഡ് ആംഗുലാർ അഗ്രിഗേറ്റ് ആണ്. ഓക്കെ, ക്രഷ്ഡ് ആംഗുലാർ അഗ്രിഗേറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ മാക്സിമം സിമെന്റ് കണ്ടന്റ്. അപ്പോൾ ഇതിനകത്തും ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഏതാണെന്നൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനകത്ത് ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ആംഗുലാറിന് എടുക്കാം. കാരണം ഇതിനകത്ത് ഫസ്റ്റ് എക്സാമ്പിളിനകത്ത് ആംഗുലാറിലെ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അത് തന്നെ എടുത്താൽ മതി. അപ്പോൾ ഏതെങ്കിലും നമുക്ക് മിസ്സിംഗ് ഡാറ്റാസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കോഡിൽ നോക്കിയിട്ട് അത് തന്നെ എടുത്താൽ മതി. ദെൻ മാക്സിമം സിമെന്റ് കണ്ടന്റ്. മാക്സിമം സിമെന്റ് കണ്ടന്റ് എപ്പോഴും നമ്മൾ 450യിലേക്ക് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. 450 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഒരു മീറ്റർ ക്യൂബിന് 450 കിലോഗ്രാമിലധികം എന്തുപയോഗിക്കാൻ പാടില്ല? സിമെന്റ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ദെൻ കെമിക്കൽ അഡ്മിക്സ്ചർ യൂസ് ചെയ്യുന്നത് സൂപ്പർ പ്ലാസ്റ്റിസൈസർ ആണ്. ഇവിടെ നമുക്ക് അഡ്മിക്സ്ചറിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യനകത്ത് നമുക്ക് അഡ്മിക്സ്ചറിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും നമുക്ക് അഡ്മിക്സ്ചർ ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അസംഷൻ വെച്ചിട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് IS 456-ലെ ടേബിൾ 5. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ 5-ൽ നിന്നാണ് നമ്മൾ വാട്ടർ സിമെന്റ് റേഷ്യോയും അതുപോലെ തന്നെ മിനിമം സിമെന്റ് കണ്ടന്റും അറൈവ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഈ ടേബിളർ ഫോമിൽ നോക്കുകയാണെങ്കിൽ മൈൽഡ് എക്സ്പോഷർ കണ്ടീഷൻ, മോഡറേറ്റ് എക്സ്പോഷർ കണ്ടീഷൻ, സിവിയർ, വെരി സിവിയർ, എക്സ്ട്രീം എന്നീ 5 കണ്ടീഷൻസിനും നമ്മൾ ഉപയോഗിക്കുന്ന സിമെന്റ് കണ്ടന്റ് വ്യത്യാസമുണ്ട്. പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിനും റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റിനും ഉപയോഗിക്കുന്ന സിമെന്റ് കണ്ടന്റ് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റിനുള്ളത് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളോട് അത് ഏതാണെന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. നമ്മുടെ കണ്ടീഷൻ എന്താണ്? മോഡറേറ്റ് ആണ് അല്ലെ. അപ്പൊ മോഡറേറ്റ് കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ട് M25 കോൺക്രീറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട വാട്ടർ സിമെന്റ് കണ്ടന്റ് എന്ന് പറയുന്നത് 300 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അതേപോലെ തന്നെ വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.5 ആയിട്ടുമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ആ 2 കാര്യങ്ങളുമാണ് നമ്മൾ നേരത്തെ മാറ്റിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കേണ്ട മിനിമം സിമെന്റ് കണ്ടന്റ് 300-ഉം മാക്സിമം വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.5 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് നിന്ന് നമ്മൾ എടുക്കുന്നത്. then അടുത്തത് നമ്മുടെ മെറ്റീരിയൽസിന്റെ ഡാറ്റാസ് ആണ് കേട്ടോ. അടുത്ത് വരുന്നത് മെറ്റീരിയൽസിന്റെ ഡാറ്റാസിനകത്ത് നമ്മുടെ സിമെന്റ് യൂസിന് നമുക്കറിയാം 43 ഗ്രീൽ OPC ആണ്. then സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെന്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3.15. ഓക്കെ, അതിപ്പോ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിലും സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് 3.15 ആയിട്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. then കെമിക്കൽ അഡ്മിക്സ്ചേഴ്സ് യൂസ്ഡ് സൂപ്പർ പ്ലാസ്റ്റിസൈസർ ആണ്. ഓക്കെ, സൂപ്പർ പ്ലാസ്റ്റിസൈസർ കൺഫേമിംഗ് ടു IS 9103. അത് IS കോഡിൽ പറയുന്നതാണ് നമ്മുടെ ഈ സൂപ്പർ പ്ലാസ്റ്റിസൈസറിനെ. അപ്പൊ നമുക്ക് IS കോഡ് പ്രകാരം സൂപ്പർ പ്ലാസ്റ്റിസൈസർ അഡ്മിക്സ്ചർ ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ അത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള, പക്ഷെ അതിനകത്ത് സൂപ്പർ പ്ലാസ്റ്റിസൈസറിന്റെ അഡ്മിക്സ്ചേഴ്സിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടെ നമുക്ക് അഡ്മിക്സ്ചർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അസ്യൂം ചെയ്തിട്ട് വേണം നിങ്ങളത് വർക്ക്ഔട്ട് ചെയ്യാൻ. ദെൻ അടുത്തത് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെന്റ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെന്റ് നമ്മൾ പറഞ്ഞു 3.15 ആണെന്നുള്ളത്. ദെൻ കോഴ്സ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും. കോഴ്സ് അഗ്രിഗേറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണം കേട്ടോ. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് 2.65-ഉം ഫൈൻ അഗ്രിഗേറ്റ് 2.6-ഉം ആണ്.
ഓക്കെ, അപ്പോൾ അത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എടുക്കാം. ദെൻ കോഴ്സ് അഗ്രിഗേറ്റിന്റെയും ഫൈൻ അഗ്രിഗേറ്റിന്റെയും വാട്ടർ അബ്സോർപ്ഷൻ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് വാട്ടർ അബ്സോർപ്ഷൻ ഫോർ കോഴ്സ് അഗ്രിഗേറ്റ് 0.6ഉം ഫൈൻ അഗ്രിഗേറ്റ് 1.5 ആണ്. അപ്പൊ അത് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് ബാക്കി മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും അതിന്റെ ഗ്രഡേഷനും. പിന്നെ ഫ്രീ സർഫസ് മോയ്സ്ചർ എപ്പോഴും നില്ലാണെന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അബ്സോർബ്ഡ് മോയ്സ്ചർ എന്ന് പറയുന്നത് ഓൾവേസ് നിൽ. അതുപോലെ തന്നെ ഫൈൻ അഗ്രിഗേറ്റിനെയും കോഴ്സ് അഗ്രിഗേറ്റിനെയും നമ്മൾ ഫ്രീ സർഫസ് മോയ്സ്ചർ നില്ലാണെന്നാണ് എടുത്തിട്ടുള്ളത്. ദെൻ അടുത്ത് സീവ് അനാലിസിസ്. നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റ് സീവ് അനാലിസിസ് ചെയ്യുമ്പോൾ അതും നമ്മൾ സോൺ 1ലൂടെയാണ് എപ്പോഴും പാസ് ചെയ്യുന്നതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഏത് സോൺ ആണെന്ന് വെച്ചാൽ അത് നമുക്ക് എടുക്കാം. ഓക്കെ, ഫൈൻ അഗ്രിഗേറ്റ് ഇസ് കൺഫോമിംഗ് ടു ഗ്രേഡിംഗ് സോൺ 1. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റിവർ സാൻഡ് കൺഫോമിംഗ് ടു സോൺ 1. അപ്പൊ നമുക്ക് അതെടുത്താൽ മതി. സോൺ 1ലാണ് റിവർ സാൻഡ് കൺഫേം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഡാറ്റാസ് ആണ് നമുക്കൊരു മിക്സ് ഡിസൈൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് അതിന്റെ എന്ത് കണ്ടുപിടിക്കണം, ടാർഗറ്റ് സ്ട്രെങ്ത്. അപ്പൊ പേജ് നമ്പർ 5 A3 ക്ലോസിൽ പറയുന്നുണ്ട് ടാർഗറ്റ് സ്ട്രെങ്ത് ഓഫ് മിക്സ് പ്രപ്പോർഷൻ. അപ്പൊ എങ്ങനെ നമ്മൾ ടാർഗറ്റ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാം? ടാർഗറ്റ് സ്ട്രെങ്ത് ഓഫ് മിക്സ് പ്രപ്പോർഷൻ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ കിട്ടേണ്ട ഒരു മിക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് അതിനകത്ത് നിന്ന് നമ്മളൊരു ക്യൂബ് കാസ്റ്റ് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അല്ലേ? M20 ആണെന്ന് വെച്ചാൽ FCK എന്ന് പറയുന്നത് 20 ആയിരിക്കും. പക്ഷെ ആക്ച്വലി നമ്മുടെ ടാർഗറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്തിനേക്കാളും എപ്പോഴും കൂടുതലായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പം F-CK ആണ് നമ്മുടെ ടാർഗറ്റ് സ്ട്രെങ്ത്. FCK-നേക്കാളും 1.65x കൂടുതലായിരിക്കും നമ്മുടെ ടാർഗറ്റ് മീൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. S എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, അല്ലേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? നമ്മുടെ IS 10262 അകത്ത് ടേബിളാർ ഫോമിൽ കൊടുത്തിട്ടുണ്ട്. ടേബിൾ 1-നകത്ത് ഓരോ മിക്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള S വാല്യൂ എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് M25 ആണ്, അല്ലേ? M25 ഗ്രേഡ് കോൺക്രീറ്റിന് നമ്മൾ എടുക്കുന്ന S വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ 40ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള S വാല്യൂ ആണ് എടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്കത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ 25 നോക്കുമ്പോൾ 4 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 25 പ്ലസ് 1.65 ഇൻറ്റു 4 അത് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും? FCK ഡാഷ്, അതായത് നമ്മുടെ ടാർഗറ്റ് മീൻ സ്ട്രെങ്ത് കിട്ടും. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4 എടുക്കുക. ദെൻ നമുക്ക് FCK ഡാഷ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 25 പ്ലസ് 1.65 ഇൻറ്റു 4 31.6 Nm² ആണ് നമുക്ക് ടാർഗറ്റ് മീൻ സ്ട്രെങ്ത് കിട്ടേണ്ടത്. ഓക്കെ, അടുത്ത സ്റ്റേജ് എന്താണെന്നുള്ളത് നിങ്ങൾ ആ കോഡ് എടുത്ത് അതിനകത്ത് പേജ് നമ്പർ 5 A4 എന്ന് പറഞ്ഞൊരു ക്ലോസ് പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നോക്കൂ, സെലക്ഷൻ ഓഫ് വാട്ടർ സിമെന്റ് റേഷ്യോ. അപ്പൊ നമ്മൾ വാട്ടർ സിമെന്റ് ഓൾറെഡി സെലക്ട് ചെയ്തതാണ്, അല്ലേ? വാട്ടർ സിമെന്റ് റേഷ്യോ ഓൾറെഡി സെലക്ട് ചെയ്തതാണ്. അപ്പൊ നമ്മുടെ കോഡിനകത്ത് എക്സാമ്പിളിനകത്ത് അവർ സെലക്ട് ചെയ്ത വാട്ടർ സിമെന്റ് റേഷ്യോ ഫോർ സിവിയർ കണ്ടീഷൻ 0.45 ആണ്. പക്ഷെ ഫോർ മോഡറേറ്റ് കണ്ടീഷന് നമ്മൾ എടുത്ത വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 0.5 ആണ്. ഓക്കെ, 0.5 ആണ്. Then based on experience adopt water cement ratio as 0.4. അപ്പോൾ എപ്പോഴും നമ്മൾ വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ 0.4ലേക്ക് എടുക്കും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വാട്ടർ സിമെന്റ് റേഷ്യോന്റെ ആവശ്യം ഒരിക്കലും വരില്ല. കാരണം
നമ്മളെ ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കണ്ടീഷൻസും വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ വാട്ടർ സിമെന്റ് റേഷ്യോ കുറച്ച് മതിയായിരിക്കും. അപ്പോൾ ഇത്രയും വാട്ടർ സിമെന്റ് റേഷ്യോ നമ്മൾ ഒരിക്കലും എടുക്കാറില്ല, പകരം നമ്മൾ അതിനെ കുറച്ച് 0.4ലേക്ക് കൺഫേം ചെയ്യും. ഓക്കെ, 0.4 എന്ന് പറയുന്നത് 0.5നേക്കാളും കുറവായത് കാരണം നമുക്കത് ഓക്കെ ആണെന്ന് പറയാം. കാരണം എപ്പോഴും വാട്ടർ സിമെന്റ് റേഷ്യോ കുറച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, മാക്സിമം വാട്ടർ സിമെന്റ് റേഷ്യോ ആണ് 0.5 എന്ന് പറയുന്നത്. ഓക്കെ, 0.5ന്റെ ഉള്ളിലുള്ള ഒരു വാല്യൂ നമുക്ക് ബൈ എക്സ്പീരിയൻസ് ചൂസ് ചെയ്യാം. If question provides water cement ratio, use it as assume suitably. അപ്പോൾ എപ്പോഴും നിങ്ങൾ 0.4 ആണെന്ന് അസ്യൂം ചെയ്താൽ മതി. കാരണം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ക്വസ്റ്റ്യനിൽ വാട്ടർ സിമെന്റ് റേഷ്യോ സ്പെസിഫൈ ചെയ്തിട്ട് എടുക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ എപ്പോഴും നിങ്ങൾ 0.4 അസ്യൂം ചെയ്താൽ മതി. ഓക്കെ, ഫോർ മോഡറേറ്റ് കണ്ടീഷൻ നമ്മൾ 0.5 ആണ് മാക്സിമം വാട്ടർ സിമെന്റ് റേഷ്യോ എടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മളെ കണ്ടീഷൻ നോക്കിയാൽ കേട്ടോ നിങ്ങൾ. അതിനടുത്തത് എന്താണ്? A5 സെലക്ഷൻ ഓഫ് വാട്ടർ കണ്ടന്റ്. അപ്പം വാട്ടർ കണ്ടന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ടേബിൾ 2ൽ നിന്നാണ്. ഓക്കെ, ഫ്രം ടേബിൾ 2 മാക്സിമം വാട്ടർ കണ്ടന്റ് 186 ലിറ്റർ. അപ്പൊ നിങ്ങൾ ആ ടേബിൾ 2 ഒന്ന് നോക്കി നോക്കൂ. IS 10262 ടേബിൾ 2 ഒന്ന് എടുക്കൂ. അതിനകത്ത് മുകളിലത്തെ ഹെഡിങ് എന്താണ്? മാക്സിമം വാട്ടർ കണ്ടന്റ് പെർ ക്യൂബിക് മീറ്റർ ഓഫ് കോൺക്രീറ്റ് ഫോർ നോമിനൽ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ്. അതായത് നമ്മുടെ ഇവിടെ ഫസ്റ്റ് കോളത്തിൽ സൈസ് ഓഫ് അഗ്രിഗേറ്റ് ആണ് സ്പെസിഫൈ ചെയ്യുന്നത്, സെക്കൻഡ് കോളത്തിൽ മാക്സിമം വാട്ടർ കണ്ടന്റ്. പിന്നെ നമ്മുടെ സെലക്ഷൻ ഓഫ് വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്ന 4.2 ക്ലോസ് ഉണ്ട്. അതിന്റെ തൊട്ട് പുറത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും പേജ് നമ്പർ 2ല്. അതിനകത്ത് നമ്മളോട് പറയുന്നുണ്ട് ദിസ് ടേബിൾ ഇസ് കൺഫേമിംഗ് ടു വാട്ടർ സിമെന്റ് റേഷ്യോ 0.5. അതായത് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ടേബിൾ എന്ന് പറയുന്നത് 0.5 വാട്ടർ സിമെന്റ് റേഷ്യോന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ 20 mm നോമിനൽ സൈസിന് കറസ്പോണ്ടിങ് ആയിട്ട് 186 ആണ് നമ്മൾ വാട്ടർ സിമെന്റ് റേഷ്യോ വാട്ടർ കണ്ടന്റ് സെലക്ട് ചെയ്തത്. ഓക്കെ, ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലം വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ ഈ വാല്യൂസ് ഇവിടെ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള 208, 186, 165 എന്ന് പറയുന്ന ഈ വാല്യൂസ് ഒക്കെ 25 to 50 mm റേഞ്ചിലുള്ള സം വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് ആണ്. ഓക്കെ, അതായത് ഈ ടേബിളിനകത്ത് ഇപ്പം നമ്മുടെ സ്ലം വാല്യൂ 100 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 186 അല്ല എടുക്കേണ്ടത് വാട്ടർ കണ്ടന്റ്. അതിന് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. സ്ലം വാല്യൂ 100 കാണിച്ചാൽ സ്വാഭാവികമായിട്ടും കൂടുതൽ വാട്ടർ കണ്ടന്റ് അവിടെ വേണ്ടി വരും. അപ്പൊ ആ വാട്ടർ കണ്ടന്റ് ഈ ടേബിളിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഈ 4.2 ക്ലോസിനകത്ത് പറയുന്നുണ്ട് അഡീഷണൽ 25 mm സ്ലംബിന് നമ്മൾ എന്ത് കൊടുക്കുക? ഒരു 3% എക്സ്ട്രാ വാട്ടർ കണ്ടന്റ് കൊടുക്കുക. ഇവിടെ 25 to 50 mm സ്ലംബിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് 86. ഇപ്പൊ 25 to 50, അപ്പൊ 50 വരെയിലേക്ക് നമുക്ക് 86 എടുക്കാം. പക്ഷെ ഇവിടെ തന്നിട്ടുള്ളത് 100 ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു 25 ഇൻക്രിമെന്റിന് 3% ഇൻക്രിമെന്റ് വാട്ടർ കണ്ടന്റ് കൊടുക്കുക. അപ്പൊ നമ്മളിപ്പോ കിട്ടിയത് 75 ആണ്. 75 mm ആണ് നമ്മുടെ സം വാല്യൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ 86ന്റെ കൂടെ ഒരു 3% എക്സ്ട്രാ വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ 75ന്റെ കൂടെ വീണ്ടും ഒരു 25 ആഡ് ആയി, അപ്പോഴാണ് 100 കിട്ടുന്നത്. 100 കിട്ടുമ്പോൾ ഈ 3%ന്റെ കൂടെ വീണ്ടും ഒരു 3% ആഡ് ചെയ്യാം. അതായത് 6% വാട്ടർ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ 125 കാണിച്ചാൽ വീണ്ടും ഈ 6%ന്റെ കൂടെ ഒരു 3% കൂടി ആഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 12%. അപ്പൊ നമ്മൾ ഈ 186ന്റെ കൂടെ 12% വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് ആക്ച്വൽ വാട്ടർ കണ്ടന്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ ആക്ച്വൽ വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 400 mm സ്ലം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 186ന്റെ കൂടെ ഒരു 6% കൂടി എക്സ്ട്രാ.
അപ്പോൾ 186 പ്ലസ് 6/100 ഇൻറ്റു 186, അതായത് 186ന്റെ 6% ആണ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ 186ന് കൂടെ 186ന്റെ ഒരു 6% കൂടി ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ 197 ലിറ്റർ വാട്ടർ ആണ് കിട്ടിയത്. പിന്നെ നമുക്കറിയാം നമ്മൾ സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ കണ്ടന്റ് ഒരു 20% വരെ റെഡ്യൂസ് ചെയ്യാം. 20% അതിൽ കൂടുതൽ. ഓക്കെ, അപ്പൊ ബൈ എക്സ്പീരിയൻസ് ആണ് നമ്മൾ എങ്ങനെയാണ് ആ വാട്ടർ കണ്ടന്റ് എത്രമാത്രം നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഓരോ സൂപ്പർ പ്ലാസ്റ്റിസൈസർ ഉപയോഗിക്കുമ്പോഴും വാട്ടർ കണ്ടന്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അതിന്റെ ബ്രാൻഡിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് 20% വരെ കുറയ്ക്കാൻ പറ്റുന്ന സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് ഉണ്ടായിരിക്കും, 30% വരെ കുറയ്ക്കാൻ പറ്റുന്ന സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് ഉണ്ടായിരിക്കും, 50% വരെ കുറയ്ക്കാൻ പറ്റുന്ന സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. പക്ഷെ അത് ഏത് സൂപ്പർ പ്ലാസ്റ്റിസൈസർ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ ആ ബ്രാൻഡിനൊക്കെ അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. Based on trials with super plasticizers, water content reduction of 29% has been achieved. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എക്സാമ്പിളിനകത്ത് 29% വാട്ടർ കണ്ടന്റ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് ബൈ ട്രയൽസ്. ഓക്കെ, അപ്പൊ നമുക്ക് ആക്ച്വൽ വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 29% നമ്മൾ കുറച്ചു, ബാക്കി 71% ഓഫ് വാട്ടറെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 71% ഓഫ് 197 ചെയ്യാം. എങ്ങനെ 71% കിട്ടിയെന്ന് മനസ്സിലായോ? 100 മൈനസ് 29 അല്ലെ? 29% നമ്മൾ വാട്ടർ കുറച്ചു, ബാക്കി എത്ര വാട്ടർ കണ്ടന്റ് ഉണ്ടാവുക? 100 മൈനസ് 29, അപ്പൊ 71%. 71 ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് 0.71 എന്ന് കിട്ടും. അപ്പോൾ 197ന്റെ 0.71% വാട്ടർ കണ്ടന്റ് നമുക്ക് ആക്ച്വലി ആവശ്യമായിട്ട് വരുന്നു. അത് എത്രയാണ്? 140 ലിറ്റർ ആണ്. ഇതാണ് നമ്മുടെ ടേബിൾ 2. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിന്നാണ് നമ്മൾ 186 അറൈവ് ചെയ്തത്. ഓക്കെ, അപ്പം ഇവിടെയുള്ള ഈ കോഷൻ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു സ്ലം വാല്യൂ ഫോർ 25 to 50 മാത്രമാണ് ഈ ഒരു ടേബിള് സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള വാല്യൂസിനൊക്കെ നമ്മൾ ഒരു 3% എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ സ്ലം വാല്യൂ 75 ആണെങ്കിൽ 3% ആഡ് ചെയ്യുക, 100 ആണിച്ചാൽ 6% ആഡ് ചെയ്യുക, 125 ആണിച്ചാൽ 9% ആഡ് ചെയ്യുക, 150 ആണിച്ചാൽ 12% ആഡ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും എത്രയാണ് നമ്മുടെ സ്ലം വാല്യൂ എന്നുള്ളതിനനുസരിച്ചിട്ട് വേണം വാട്ടർ കണ്ടന്റ് ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ വാട്ടർ കണ്ടന്റ് സെലക്ഷന്റെ ആ ക്ലോസിൽ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 3% ഫോർ എവറി അഡീഷണൽ 25 സ്ലംപ്. നമ്മൾ പറഞ്ഞല്ലോ ഓരോ അഡീഷണൽ 25 mm സ്ലംപിന് നമ്മൾ 3% എക്സ്ട്രാ കൊടുക്കണം. പിന്നെ ആ ടേബിൾ എന്ന് പറയുന്നത് അതർ ദാൻ 25 to 50 സ്ലംപ് റേഞ്ചിൽ നമുക്ക് ബാധകമുള്ളതല്ല. അത് കാരണമാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലോസ് എടുക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ വാട്ടർ കണ്ടന്റ് കാര്യത്തിൽ ഇനി ഒരു പ്രത്യേകതയും കൂടി. അതെന്താണ്? സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സും പ്ലാസ്റ്റിസൈസേഴ്സും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അതിന്റെ 25 അത് നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ വാട്ടർ കണ്ടന്റിന്റെ കാര്യത്തിൽ കൺഫർമേഷൻ ആയി. പ്ലാസ്റ്റിസൈസേഴ്സ് സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോഴുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ? ഓക്കെ, ഇനി അടുത്തത് കാൽക്കുലേഷൻ ഓഫ് സിമെന്റ് കണ്ടന്റ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ സിമെന്റ് കണ്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പൊ പേജ് നമ്പർ 5-നകത്ത് സിമെന്റ് കണ്ടന്റിന്റെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? വാട്ടർ സിമെന്റ് റേഷ്യോ നമ്മൾ എത്രയാണ് സെലക്ട് ചെയ്തത്? 0.4 ആണ് സെലക്ട് ചെയ്തത് അല്ലേ? ദെൻ വാട്ടർ കണ്ടന്റ് നമ്മൾ അറൈവ് ചെയ്തത് എത്രയാണ്? നമ്മൾ കണ്ടുപിടിച്ചു 140 ലിറ്റർ ആണ് വാട്ടർ കണ്ടന്റ് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ വാട്ടർ സിമെന്റ് റേഷ്യോ 0.4ഉം വാട്ടർ കണ്ടന്റ് 140 ആണെങ്കിൽ സിമെന്റ് കണ്ടന്റ് എന്ന് കണ്ടുപിടിച്ചൂടെ? വാട്ടർ സിമെന്റ് റേഷ്യോ എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് സിമെന്റ് അല്ലെ? വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് സിമെന്റ് എന്ന് പറയുന്നത് 0.4 ആണ്. അതിനകത്ത് നിന്ന് വെയിറ്റ് ഓഫ് സിമെന്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വാട്ടർ സിമെന്റ് റേഷ്യോ. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. വാട്ടർ കണ്ടന്റ് is equal to 140, അതായത് നമ്മുടെ വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വാട്ടർ സിമെന്റ് റേഷ്യോ. അപ്പൊ
അപ്പൊ നമുക്ക് കിട്ടുന്നത് 350 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നാണ്. 350 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പൊ അതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. സിമെന്റ് കണ്ടന്റ് എങ്ങനെയാ കണ്ടുപിടിച്ചെന്നുള്ളത്. അതായത് വാട്ടർ സിമെന്റ് റേഷ്യോ വാട്ടർ കണ്ടന്റും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമെന്റ് കണ്ടന്റ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എത്രയാ കിട്ടിയത്? 350 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഒരു മീറ്റർ ക്യൂബിന് 350 കിലോഗ്രാം ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ദെൻ നമുക്ക് ഈ സിമെന്റ് കണ്ടന്റ് നമ്മൾ ഓൾറെഡി ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മിനിമം സിമെന്റ് കണ്ടന്റ് അല്ലേ? മിനിമം സിമെന്റ് കണ്ടന്റ് നമ്മൾ ഏത് ടേബിളിൽ നിന്നാണ് അറൈവ് ചെയ്തത്? ടേബിൾ 5 IS 456 ടേബിൾ 5-നകത്ത് നമ്മുടെ എക്സ്പോഷർ കണ്ടീഷൻസിനനുസരിച്ചിട്ടുള്ള സിമെന്റ് കണ്ടന്റ്, മിനിമം സിമെന്റ് കണ്ടന്റ് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടീഷൻ എന്ന് പറയുന്നത് ഏതാണ്? മോഡറേറ്റ് എക്സ്പോഷർ കണ്ടീഷൻ ആണ് അല്ലെ? മോഡറേറ്റ് എക്സ്പോഷർ കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിമം സിമെന്റ് കണ്ടന്റ് നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ചത്? 300 ആണ് അല്ലെ? 300. അപ്പൊ നമുക്ക് കിട്ടിയത് അതിനേക്കാളും വലിയൊരു വാല്യൂ ആണ്. മിനിമം 300 എങ്കിലും ഉപയോഗിക്കണം എന്നാണ് ടേബിൾ 5 പറയുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയ സിമെന്റ് കണ്ടന്റ് എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതലാണ്. സോ ഇറ്റ്സ് ഓക്കെ അല്ലെ? നമുക്ക് മിനിമം ഉള്ളതിനേക്കാട്ടിലും കൂടുതൽ എപ്പോഴും കിട്ടണം എന്നല്ലേ നമ്മുടെ എല്ലാ ഡിസൈനിനകത്തും നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയത് 350 ആണ്. പക്ഷെ 300 മതിയായിരുന്നു. അപ്പൊ നമുക്ക് സിമെന്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 350 is safe. ഓക്കെ, മോഡറേറ്റ് എക്സ്പോഷർ കണ്ടീഷന് നമ്മൾ 300 ആണ് മിനിമം സിമെന്റ് കണ്ടന്റ് ടേബിൾ 5-ൽ നിന്നും എടുത്തത്. അപ്പൊ ആ ക്ലോസ് ഒന്ന് നോക്കാം കേട്ടോ. IS 456 എല്ലാവരും ഒന്ന് കയ്യിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. എക്സാമിനൊക്കെ പോകുമ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് IS 456 റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. ഇതിന് അടുത്തത് ഇപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? വാട്ടർ കണ്ടന്റ് എത്രയാന്നുള്ളത് കണ്ടുപിടിച്ചു, സിമെന്റ് എത്രയാന്നുള്ളതും കണ്ടുപിടിച്ചു, സിമെന്റ് ബൈ വെയിറ്റ്. ദെൻ നമുക്ക് അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കോഴ്സ് അഗ്രിഗേറ്റിന്റെയും ഫൈൻ അഗ്രിഗേറ്റിന്റെയും വോളിയം അല്ലെ? ദെൻ വെയിറ്റും. അപ്പൊ ആദ്യം നമ്മൾ ടേബിൾ 3-കകത്ത് നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മുടെ വോളിയം ഓഫ് അഗ്രിഗേറ്റ് എത്രയാന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആ A7 എന്ന് പറയുന്ന ക്ലോസ് എടുക്കുക. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് പ്രപ്പോർഷൻ ഓഫ് വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ആൻഡ് ഫൈൻ അഗ്രിഗേറ്റ് കണ്ടന്റ് ആണ് പറയുന്നത്. അതിനകത്ത് എന്താ പറയുന്നത്? ഫ്രം ടേബിൾ 3 വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് കറസ്പോണ്ടിങ് ടു 20 mm size aggregate and fine aggregate for water cement ratio 0.5 is 0.6. അപ്പൊ നമ്മുടെ പ്രോബ്ലത്തില് തന്നിട്ടുള്ളത് 20 mm സൈസ് അഗ്രിഗേറ്റ് ആണ് അല്ലെ? അപ്പൊ ടേബിൾ 3-ന് നമുക്ക് 0.5 വാട്ടർ സിമെന്റ് റേഷ്യോന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കിട്ടും? നമ്മുടെ സിമെന്റ് കോഴ്സ് അഗ്രിഗേറ്റിന്റെ വോളിയം എത്രയാന്നുള്ളത് കിട്ടും. അപ്പൊ ആ ടേബിൾ 3 ഒന്ന് എടുക്കൂ. നിങ്ങളുടെ കയ്യിൽ കോഡ് ഉണ്ടായിരിക്കും, അതിനകത്ത് ടേബിൾ 3 ഒന്ന് നോക്കാം. ആ ടേബിൾ 3-കകത്ത് വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ടോട്ടൽ അഗ്രിഗേറ്റ് ഫോർ ഡിഫറെന്റ് സോൺസ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് ആണ് തന്നിട്ടുള്ളത്. അതായത് കോഴ്സ് അഗ്രിഗേറ്റിന്റെ വോളിയം ബൈ ടോട്ടൽ വോളിയം ഓഫ് അഗ്രിഗേറ്റ്. അതായത് ടോട്ടൽ വോളിയം ഓഫ് അഗ്രിഗേറ്റില് ടോട്ടൽ വോളിയം ഓഫ് അഗ്രിഗേറ്റില് കോഴ്സ് അഗ്രിഗേറ്റിന്റെ വോളിയം എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു വാല്യൂ സൂചിപ്പിക്കുന്നത്. എന്താണ്? ടോട്ടൽ വോളിയം ഓഫ് അഗ്രിഗേറ്റില് കോഴ്സ് അഗ്രിഗേറ്റ് എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ടേബിളർ ഫോമിൽ നമുക്ക് കിട്ടുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈൻ അഗ്രിഗേറ്റ് ഇസ് കൺഫേമിംഗ് ടു സോൺ 1. അപ്പൊ നമ്മൾ സോൺ 1-ലെ വാല്യൂ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളോട് 20 mm കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോൺ 1-ലെ വാല്യൂ എന്ന് പറയുന്നത് 0.6 ആണ്. ഓക്കെ, അപ്പൊ ഈ 0.6 എന്ന് പറയുന്ന ഈ ഒരു ടാബുലാർ ഫോം എന്ന് പറയുന്നത് 0.5 വാട്ടർ സിമെന്റ് റേഷ്യോന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് കേട്ടോ ഈ ഒരു ടാബുലാർ ഫോം. അത് നിങ്ങൾക്ക് എസ്റ്റിമേഷൻ ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന ആ ഒരു ക്ലോസിന് കിട്ടും. ടേബിൾ 3 for a water cement ratio of 0.5 which may be suitably adjusted for other water cement ratios. നമുക്ക് തന്നിട്ടുള്ള ടാബുലാർ ഫോം എന്ന് പറയുന്നത് 0.5 വാട്ടർ സിമെന്റ് റേഷ്യോന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. മറ്റു വാട്ടർ സിമെന്റ് റേഷ്യോസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതാണ് ആ ക്ലോസിനകത്ത് പറയുന്നത്.
ഓക്കെ. അപ്പൊ ഇവിടെ നമ്മുടെ വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് ശരിക്കും 0.5 ആണ്. അല്ല, ബൈ എക്സ്പീരിയൻസ് നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്ത് 0.4 ആക്കിയിട്ടുണ്ട്. അപ്പോൾ 0.4ലേക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അഗ്രിഗേറ്റിന്റെ വോളിയം മാറും. അപ്പൊ അതെങ്ങനെയാണ്, ആ ചേഞ്ച് എങ്ങനെയാണ്, അത് നമ്മുടെ മറ്റൊരു ക്ലോസിൽ പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ 0.1 റിഡക്ഷൻ ഇൻ വാട്ടർ സിമെന്റ് റേഷ്യോയിലും നമ്മൾ 0.02 ഇൻക്രിമെന്റ് ഇൻ അഗ്രിഗേറ്റ് വോളിയം കൊടുക്കണം. അതായത് ഇപ്പോൾ വാട്ടർ സിമെന്റ് റേഷ്യോ 0.5ൽ നിന്നും 0.4ലേക്ക് നമ്മൾ കുറയ്ക്കുകയാണ്, അതായത് 0.1 റെഡ്യൂസ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് കൊടുക്കണം, വോളിയം ഓഫ് അഗ്രിഗേറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ സിമെന്റ് റേഷ്യോ നമ്മൾ കുറയ്ക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ വോളിയം ഓഫ് അഗ്രിഗേറ്റ് കൂട്ടി കൊടുക്കണം. അതാണ് നമ്മുടെ തിയറി. കാരണം എന്താ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ ഫൈൻ ആയിട്ടുള്ള അഗ്രിഗേറ്റ് ആണ് കൂടുതലെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ സിമെന്റ് റേഷ്യോ വളരെ കൂടുതലായിരിക്കും. ഓക്കെ. കോഴ്സ് അഗ്രിഗേറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ വാട്ടർ സിമെന്റ് റേഷ്യോ കുറച്ച് മതി. കാരണം കോഴ്സ് അഗ്രിഗേറ്റിനകത്ത് ടോട്ടൽ സർഫസ് ഏരിയ വളരെ കുറവായിരിക്കും. അപ്പൊ അതിന് ടോട്ടൽ ഒരു നമ്മുടെ പേസ്റ്റ് നമ്മുടെ കോഴ്സ് അഗ്രിഗേറ്റിന്റെ മുകളിൽ പറ്റിപ്പിടിക്കാനായിട്ട് കുറച്ച് വാട്ടർ സിമെന്റ് റേഷ്യോ മതി. പക്ഷെ നമ്മുടെ ഫൈൻ അഗ്രിഗേറ്റ് ആണെച്ചാൽ ഒത്തിരി വാട്ടർ സിമെന്റ് റേഷ്യോ ആവശ്യമായിട്ട് വരും. അത് കാരണമാണ് നമ്മൾ വാട്ടർ സിമെന്റ് റേഷ്യോ കുറച്ചപ്പോൾ കോഴ്സ് അഗ്രിഗേറ്റ് കൂട്ടിയത്. എങ്കിലാണ് നമുക്ക് ആ ഒരു വർക്കബിലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വാട്ടർ സിമെന്റ് റേഷ്യോ ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ. അതായത് ഇപ്പൊ ഇവിടെ നമ്മൾ വാട്ടർ സിമെന്റ് റേഷ്യോ കുറച്ചു കൊടുത്തു, പക്ഷെ നമ്മൾ സെയിം അഗ്രിഗേറ്റ് വോളിയം തന്നെയാണ് എടുത്തതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് വരും, വാട്ടറിന്റെ എമൗണ്ടിൽ കുറവ് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാവും. അപ്പൊ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോഴ്സ് അഗ്രിഗേറ്റിന്റെ എമൗണ്ട് കൂട്ടിക്കൊടുക്കും. അപ്പൊ എത്ര പെർസെൻറ്റേജ് കൂട്ടണം എന്നാണ് പറഞ്ഞത്, എത്ര കൂട്ടണം, ഓരോ 0.1 റിഡക്ഷനും 0.02 എക്സ്ട്രാ വോളിയം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, 0.5ൽ നിന്നും 0.4ലേക്ക് റെഡ്യൂസ് ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും 0.6 പ്ലസ് 0.02 0.62 ആയിരിക്കും നമ്മുടെ വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്കിതിനെ ചെറുതാക്കിയിട്ട് എങ്ങനെ പറയാം, അറ്റ് ദ റേറ്റ് ഓഫ് പ്ലസ് ഓർ മൈനസ് 0.01 ഫോർ എവരി 0.05 ചേഞ്ച് ഇൻ വാട്ടർ സിമെന്റ് റേഷ്യോ. ഓക്കെ. അതായത് ഓരോ 0.05 റിഡക്ഷൻ ഇൻ വാട്ടർ സിമെന്റ് റേഷ്യോയിലും നമ്മൾ എന്ത് ചെയ്യണം, കോഴ്സ് അഗ്രിഗേറ്റിന്റെ കൂടെ 0.01 എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നേരത്തെ പറഞ്ഞത് തന്നെ ഒന്നും കൂടെ ഒന്ന് ഇതാക്കി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്തപ്പോഴാണ് നമുക്ക് 0.62 എന്തായിട്ട് കിട്ടിയത്, വോളിയം ഓഫ് അഗ്രിഗേറ്റ് ആയിട്ട് കിട്ടിയത്. അപ്പോ 0.62 എന്ന് പറഞ്ഞതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ടോട്ടൽ അഗ്രിഗേറ്റിന്റെ വോളിയത്തിന്റെ 0.62 ഭാഗം എന്താണ്, കോഴ്സ് അഗ്രിഗേറ്റ് ആണ്. അപ്പൊ ഇവിടെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഫോർ പമ്പബിൾ കോൺക്രീറ്റ് ദീസ് വാല്യൂസ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ബൈ 10%. അതായത് പമ്പബിൾ കോൺക്രീറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കോഴ്സ് അഗ്രിഗേറ്റിന്റെ വാല്യൂ വീണ്ടും 10% റെഡ്യൂസ് ചെയ്യണം. അല്ലെ, ടോട്ടൽ 100 ആണെച്ചാൽ അതിന്റെ 10% നമ്മൾ റെഡ്യൂസ് ചെയ്യണം. ടോട്ടൽ 100 ആണെച്ചാൽ 10% റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ബാക്കി 90% മതി. അപ്പോൾ വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ബൈ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്, ടോട്ടൽ വോളിയം ഓഫ് അഗ്രിഗേറ്റിന് വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് 0.62 × 0.9 ആയിരിക്കും. പമ്പബിൾ കോൺക്രീറ്റ് ആണെങ്കിൽ മാത്രം. പമ്പബിൾ അല്ല എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 10% റെഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം 0.62 × 0.9 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.56 എന്ന് കിട്ടും. 10% റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് മനസ്സിലായില്ലേ, ടോട്ടൽ 100ൽ നമ്മൾ 10% റെഡ്യൂസ് ചെയ്തു അല്ലെ. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവുള്ളൂ, 90% ഓഫ് 0.92 ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടെ 90% ഓഫ് 0.62 ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടെ
0.62 0.9 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 90/100 എന്ന് പറയാം 0.9. അപ്പോൾ 0.62 ഇൻറ്റു 0.9 ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 0.56 എന്ന് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ടോട്ടൽ വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റിൽ 0.56% എന്താണ്? 0.56 ഫ്രാക്ഷനും ആരാ കിടക്കുന്നത്? കോഴ്സ് അഗ്രിഗേറ്റ്. ബാക്കി അപ്പോൾ എന്തായിരിക്കും? ഫൈൻ അഗ്രിഗേറ്റ് ആയിരിക്കും. അപ്പോൾ ഫൈൻ അഗ്രിഗേറ്റിന്റെ വോളിയം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 1 - 0.56. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 0.44 എന്ന് കിട്ടി. കൺഫ്യൂഷൻ ഇല്ലല്ലോ? 1 - 0.56 എങ്ങനെയാ വന്നത്? നമ്മൾ ടോട്ടൽ വോളിയം ഓഫ് അഗ്രിഗേറ്റ് ആണ് 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിനകത്ത് 0.56 കോഴ്സ് അഗ്രിഗേറ്റ് ആണെന്ന് മനസ്സിലായി. ദെൻ വോളിയം ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 1 - 0.56, അതാണ് 0.44. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ടേബിളാർ ഫോം കാണുന്നുണ്ടായിരിക്കും. ഇവിടെ ഓരോ വാട്ടർ സിമെന്റ് റേഷ്യോന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ടേബിൾ 3യിൽ നിന്നും കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 0.6 മാത്രമാണ്. സോൺ 1ലാണ് എപ്പോഴും നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും കൺഫേം ചെയ്യാറ്. അത് കാരണം നമുക്ക് എപ്പോഴും 0.6 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ 0.6 എന്ന് പറയുന്നത് വാട്ടർ സിമെന്റ് റേഷ്യോ കറസ്പോണ്ടിങ് ടു 0.5 ആണ്. അപ്പൊ ഇവിടെ 0.4 എടുത്തപ്പോൾ 0.62 എടുത്തു അല്ലെ? ഇവിടെ ഒരു ഗ്രാജുവൽ റിഡക്ഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ 0.05 റിഡക്ഷനും നമ്മൾ 0.01 ഇൻക്രിമെന്റ് എന്തിന് കൊടുക്കണം? കോഴ്സ് അഗ്രിഗേറ്റിന്റെ വോളിയത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ 0.5ന് 0.6, 0.45 അതായത് 0.05 റെഡ്യൂസ് ചെയ്തു. അപ്പൊ നമ്മൾ ഇൻക്രിമെന്റ് ഇൻ കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് 0.01 കൊടുക്കണം. അത് കാരണമാണ് 0.61 എന്ന് കൊടുത്തത്. 0.44 ആയിട്ട് റെഡ്യൂസ് ചെയ്തപ്പോൾ വീണ്ടും ഒരു 0.5 റെഡ്യൂസ് ചെയ്തു. അപ്പൊ ഇതിന്റെ കൂടെ വീണ്ടും ഒരു 0.01 നമ്മൾ ഇൻക്രിമെന്റ് കൊടുക്കണം. അങ്ങനെയാണ് ഈ ഒരു ടേബിളാർ ഫോം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ വാല്യൂ ബൈഹാർട്ട് ചെയ്യൊന്നും വേണ്ട, നിങ്ങൾ ആ ഒരു ക്ലോസ് പഠിച്ചു വെച്ചാൽ മതി. ഇന്നത് ഡിക്രീസ് സംഭവിക്കുമ്പോൾ ഇന്നത് കൂട്ടി കൊടുക്കണം എന്നുള്ളത്. ഓക്കെ, എന്താ കണ്ടോ? നമ്മുടെ ടേബിൾ 3 ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ക്ലോസിൽ പറയുന്നുണ്ട് എസ്റ്റിമേഷൻ ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് 4.4 ക്ലോസിൽ പറയുന്നുണ്ട് ടേബിൾ 3 ഈസ് കൺഫേമിംഗ് ടു വാട്ടർ സിമെന്റ് റേഷ്യോ 0.5. 0.5 വാട്ടർ സിമെന്റ് റേഷ്യോന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മള് കോഴ്സ് അഗ്രിഗേറ്റിന്റെ കണ്ടന്റ് കൂട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞു അല്ലെ? ബൈ ടോട്ടൽ വോളിയം ഓഫ് അഗ്രിഗേറ്റില് കോഴ്സ് അഗ്രിഗേറ്റിന്റെ വോളിയം നമ്മൾ കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുത്തു ബൈ റെഡ്യൂസിങ് വാട്ടർ കണ്ടന്റ് അല്ലെ? ബൈ റെഡ്യൂസിങ് വാട്ടർ സിമെന്റ് റേഷ്യോ അല്ലെ? പക്ഷെ ചില സ്ഥലങ്ങളുണ്ട്, അതായത് വളരെ കൺജസ്റ്റഡ് ആയിട്ട് നമ്മൾ റീൻഫോഴ്സ്മെന്റ് പ്ലേസ് ചെയ്ത സ്ഥലങ്ങളിൽ അവിടെ നമുക്ക് കൂടുതൽ കോഴ്സ് അഗ്രിഗേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം അവിടെ കൃത്യമായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം വലിയ വലിയ അഗ്രിഗേറ്റ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ കൺജസ്റ്റഡ് റെയിൻഫോഴ്സ്മെന്റിനകത്ത് നമുക്ക് പ്ലേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ടേബിൾ 3 എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റിക്കോളന്നില്ല. അപ്പൊ 10% വരെ നമ്മൾ വോളിയം ഓഫ് അഗ്രിഗേറ്റ് അപ്പോൾ ചിലപ്പോൾ റിഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ടേബിൾ 3 നമുക്ക് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റിക്കോളന്നില്ല. പക്ഷെ അതൊക്കെ നമ്മൾ ബൈ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യാറ്. സം വാല്യൂ ഒന്നും മാറാതെയൊക്കെ നമുക്ക് ആ കോഴ്സ് അഗ്രിഗേറ്റിന്റെയും ഫൈൻ അഗ്രിഗേറ്റിന്റെയും ഒക്കെ റേഷ്യോ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. പക്ഷെ നിങ്ങൾ ഇപ്പൊ അങ്ങനെയൊന്നും ആലോചിക്കേണ്ട. എക്സാമിന് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പ്രൊസീജിയറിൽ തന്നെ നിങ്ങൾ ചെയ്തു പോരുക കേട്ടോ. then അടുത്തത് എന്താണ്? നമ്മള് കാൽക്കുലേഷൻസ് അല്ലെ? മിക്സ് കാൽക്കുലേഷൻസ്. അടുത്തത് നമ്മൾ 1 മീറ്റർ ക്യൂബ് കോൺക്രീറ്റിന് ആവശ്യമായിട്ട് എത്ര സിമെന്റ് വേണം, എത്ര സാൻഡ് വേണം, എത്ര കോഴ്സ് അഗ്രിഗേറ്റ് വേണം, എത്ര വാട്ടർ വേണം എന്നൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്. 1 മീറ്റർ ക്യൂബിൽ എത്ര മീറ്റർ ക്യൂബാണ് വോളിയം ഓഫ് സിമെന്റ്? ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വോളിയം ഓഫ് സിമെന്റ് എന്ന് പറയുന്നത് മാസ് ബൈ ഡെൻസിറ്റി ആണ് നമുക്കറിയാം അല്ലെ? വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ബൈ ഡെൻസിറ്റി ആണ്. ഇവിടെ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പെസിഫിക് ഗ്രാവിറ്റിനെ 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. വാട്ടറിന്റെ ഡെൻസിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു മെറ്റീരിയലിന്റെ ഡെൻസിറ്റി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ മാസ് ഡിവൈഡഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെന്റ് ഇൻറ്റു
ഡെൻസിറ്റി ഓഫ് വാട്ടർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡെൻസിറ്റി ഓഫ് ദാറ്റ് മെറ്റീരിയൽ കിട്ടുന്നത്. കൺഫ്യൂഷൻ ഉണ്ടോ? ഇപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് എ മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ളത് വെയിറ്റ് ഓഫ് മെറ്റീരിയൽ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് ഈക്വൽ വോളിയം ഓഫ് വാട്ടർ എന്നായിരിക്കും. ഓക്കെ, ആ ഡെൻസിറ്റീനെ നമ്മൾ വെയിറ്റ് ബൈ വോളിയം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വോളിയം ക്യാൻസൽ ചെയ്തു പോകും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ എന്ത് വെയിറ്റ് ഡിവൈഡ് ബൈ എന്നുള്ള ആ വെയിറ്റിന്റെ ടേംസിൽ നമ്മൾ അതിനെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് എന്താണ്? ഡെൻസിറ്റി ഓഫ് എ മെറ്റീരിയൽ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൻസിറ്റി ഓഫ് മെറ്റീരിയൽ ആണ് അല്ലേ? കാരണം ഇവിടെ മാസ് ബൈ ഡെൻസിറ്റി ഓഫ് ദാറ്റ് മെറ്റീരിയൽ ആണ് വേണ്ടത് അല്ലെ? വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ബൈ ഡെൻസിറ്റി ഓഫ് ദാറ്റ് മെറ്റീരിയൽ ആണ് വേണ്ടത്. ഇപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി ഓഫ് എ മെറ്റീരിയൽ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ. ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഡെൻസിറ്റി ഓഫ് എ മെറ്റീരിയൽ ആയിരിക്കും. അത് കാരണമാണ് നമ്മളിവിടെ സ്പെസിഫിക് ഗ്രാവിറ്റീനെ ഡെൻസിറ്റി ഓഫ് വാട്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, അപ്പൊ ആക്ച്വലി നമ്മൾ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയാണ്? മെറ്റീരിയലിന്റെ ഡെൻസിറ്റി തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 3.15 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 1000 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, 350 എന്ന് പറയുന്നത് മാസ് ഓഫ് സിമെന്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചതാണ്. അപ്പോൾ നമുക്ക് സിമെന്റിനെ ബൈ വോളിയം ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 350 ഡിവൈഡ് ബൈ 3.15 ഇൻറ്റു 1/1000. ഓക്കെ, അപ്പൊ 0.111 മീറ്റർ ക്യൂബ് ആണ് നമ്മുടെ ടോട്ടൽ 1 മീറ്റർ ക്യൂബില് നമ്മുടെ സിമെന്റിന്റെ വോളിയം എന്ന് പറയുന്നത്. ദെൻ അടുത്തത് വോളിയം ഓഫ് വാട്ടർ. വാട്ടറിന്റെ വോളിയം നമ്മുടെ ടോട്ടൽ 1 മീറ്റർ ക്യൂബിൽ എത്രയുണ്ട്? എന്താണ്? മാസ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. മാസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എത്രയാ? 140 അല്ലെ? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 1 ആണെന്ന് അറിയാം അല്ലെ? കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ആണ് അല്ലെ നമ്മൾ പറഞ്ഞത്. ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 ആണ്. ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വാട്ടർ ആണ്. അപ്പൊ 1000 ആണ്. അപ്പൊ രണ്ടും കൂടെ നമുക്ക് എന്തായിട്ട് എടുക്കാം? 1 ആയിട്ട് എടുക്കാം. അങ്ങനെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെന്റ് 1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ, അപ്പൊ ഇൻറ്റു 1000 വരും. ഓക്കെ, അപ്പോ എന്ത് വന്നു? 0.140 എന്ന് വന്നു. അപ്പൊ ടോട്ടൽ 1 മീറ്റർ ക്യൂബില് 0.10 മീറ്റർ ക്യൂബ് ആരാണ്? വോളിയാണ്. then അടുത്തത് വോളിയം ഓഫ് കെമിക്കൽ അഡ്മിക്സ്ചർ. അപ്പോൾ കെമിക്കൽ അഡ്മിക്സ്ചറിന്റെ വോളിയം എന്ന് പറയുന്നത് നമ്മൾ സിമെന്റീഷ്യസ് മെറ്റീരിയലിന്റെ 2% ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, അഡ്മിക്സ്ചറിന്റെ കാര്യത്തിൽ നമ്മൾ 7 ഗ്രാം ആണ് 1 മീറ്റർ ക്യൂബിന് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, 7 ഗ്രാം. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും ഒന്ന് മനസ്സിൽ കണ്ടുവെക്കാം. കാരണം എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് 7 എടുത്ത് ചെയ്യാം. ഓക്കെ, അപ്പൊ 7 കിലോഗ്രാം ആണ് നമ്മുടെ എന്ത് സൂപ്പർ പ്ലാസ്റ്റിസൈസറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 7 എടുത്തു. ദെൻ ഡിവൈഡഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് അഡ്മിക്സ്ചർ എന്ന് പറയുന്നത് 1.145 ആണ്. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമ്പിളിലുള്ള സ്പെസിഫിക് ഗ്രാവിറ്റിനെ എടുത്തു കൊടുക്കും. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിലും നിങ്ങൾ ഈ ഒരു വാല്യൂ തന്നെ ചൂസ് ചെയ്യാം സ്പെസിഫിക് ഗ്രാവിറ്റി ആയിട്ട്. ദെൻ ഇൻറ്റു എന്താണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പൊ എന്ത് കിട്ടും? 0.006. അതായത് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 1 മീറ്റർ ക്യൂബില് 0.006 മീറ്റർ ക്യൂബും ആരാണ്? സൂപ്പർ പ്ലാസ്റ്റിസൈസർ ആണ്, അല്ലെങ്കിൽ നമ്മുടെ അഡ്മിക്സ്ചർ ആണ്. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ടോട്ടൽ വോളിയം ഓഫ് ഹോൾ ഇൻ അഗ്രിഗേറ്റ്. അതായത് അഗ്രിഗേറ്റിന്റെ ടോട്ടൽ വോളിയം. ഫൈൻ അഗ്രിഗേറ്റ് പ്ലസ് കോഴ്സ് അഗ്രിഗേറ്റ് ആണ് നമ്മൾ അഗ്രിഗേറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടോട്ടൽ അഗ്രിഗേറ്റ് 1 മീറ്റർ ക്യൂബിൽ എത്ര മാത്രം ഉണ്ട് എന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആക്ച്വലി വെയിറ്റ് ഓഫ് അഗ്രിഗേറ്റ് എത്രയാണെന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു ഓരോ മെറ്റീരിയലിന്റെയും ബൈ വോളിയം 1 മീറ്റർ ക്യൂബിൽ എത്ര ഉണ്ട് എന്നുള്ളത് അല്ലെ? 1 മീറ്റർ ക്യൂബില് 0.111 എന്ന് പറയുന്നത് സിമെന്റ് ആണ്. 0.14 എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ആണ്. 0.006 എന്ന് പറയുന്നത് ആരാണ്?
സൂപ്പർ പ്ലാസ്റ്റിസൈസർ ആണ് അല്ലെങ്കിൽ അഡ്മിക്സ്ചർ ആണ്. അപ്പോൾ ടോട്ടൽ 1 ഇത്രയും ഭാഗം ആരാണ്? നമ്മുടെ സിമെന്റും വാട്ടറും അഡ്മിക്സ്ചർ ആണ്. അപ്പൊ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ആരായിരിക്കും? കോഴ്സ് അഗ്രിഗേറ്റ് പ്ലസ് ഫൈൻ അഗ്രിഗേറ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ 1 മീറ്റർ ക്യൂബില് കോഴ്സ് അഗ്രിഗേറ്റിന്റെ ഫൈൻ അഗ്രിഗേറ്റിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള മെറ്റീരിയലിന്റെ ഒക്കെ ക്വാണ്ടിറ്റി ഒന്നാണ് മൈനസ് ചെയ്താൽ മതി. അപ്പൊ 1 മൈനസ് 0.111 പ്ലസ് 0.14 പ്ലസ് 0.006 ചെയ്യുമ്പോൾ നമുക്ക് വോളിയം ഓഫ് അഗ്രിഗേറ്റ് എത്രയാന്നുള്ളത് കിട്ടും. ഓക്കെ, വോളിയം ഓഫ് അഗ്രിഗേറ്റ് ആണ് 0.743 നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് എത്രയാന്നുള്ളതാണ്. ഓക്കെ, മാസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ നമ്മൾ ആക്ച്വലി ഓരോന്നിന്റെയും വോളിയം എത്ര ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ ഒരു കോഴ്സ് അഗ്രിഗേറ്റിന്റെയും ഫൈൻ അഗ്രിഗേറ്റിന്റെയും വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പാണ് മാസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ടോട്ടൽ 1 മീറ്റർ ക്യൂബില് 0.743 മീറ്റർ ക്യൂബും ആരാണ്? കോഴ്സ് അഗ്രിഗേറ്റ് പ്ലസ് ഫൈൻ അഗ്രിഗേറ്റ് ആണ്. പക്ഷെ നമ്മൾ മുമ്പ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതായത് ടോട്ടൽ കോഴ്സ് അഗ്രിഗേറ്റ് പ്ലസ് ഫൈൻ അഗ്രിഗേറ്റിന്റെ വോളിയത്തില് 0.56 ഫ്രാക്ഷനും ആരാണ്? കോഴ്സ് അഗ്രിഗേറ്റ് ആണ്. ഓക്കെ, അതായത് 56% കോഴ്സ് അഗ്രിഗേറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ വോളിയത്തിന്റെ 56% എത്രയാന്നുള്ളത് നോക്കാം. അപ്പോ എന്ത് കിട്ടും? ടോട്ടൽ കോഴ്സ് അഗ്രിഗേറ്റിന്റെ ഫ്രാക്ഷൻ എത്രയാന്നുള്ളത് കിട്ടും. ഓക്കെ, അതാണ് എന്ത് വരിക? നമ്മുടെ 0.743 ഇൻറ്റു 0.56. അപ്പൊ നമുക്ക് ടോട്ടൽ വോളിയം ഓഫ് എന്ത് കിട്ടും? കോഴ്സ് അഗ്രിഗേറ്റ് എത്രയാന്നുള്ളത് കിട്ടും. ഓക്കെ, ടോട്ടൽ വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് എത്രയാന്നുള്ളത് കിട്ടും. അത് ഇൻറ്റു ഡെൻസിറ്റി, വോളിയം ഇൻറ്റു ഡെൻസിറ്റി ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് മാസ് കിട്ടുക. ഓക്കെ, അപ്പൊ ടോട്ടൽ വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് 0.743 ഇൻറ്റു 0.56 ആണ്. അതേ ഇൻറ്റു ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമുക്കറിയാം? സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലെ. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പൊ ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് 2.65 ആണ്. കോഴ്സ് അഗ്രിഗേറ്റിന്റെ ഇൻറ്റു 1000 ചെയ്യുമ്പോൾ നമുക്ക് ഡെൻസിറ്റി കിട്ടും. അപ്പൊ എന്ത് ചെയ്താൽ മതി? 0.743 ഇൻറ്റു 0.56 ഇൻറ്റു 2.65 ഇൻറ്റു 1000 ചെയ്യുമ്പോൾ നമുക്ക് മാസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് എത്ര എന്നുള്ളത് കിട്ടും. അതാണ് 1103 നമ്മൾ കണ്ടുപിടിച്ചു വെച്ചത്. അപ്പൊ നമുക്ക് കോഴ്സ് അഗ്രിഗേറ്റിന്റെ വെയിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം? മാസ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്. മാസ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ വോളിയം ഓഫ് കോഴ്സ് പ്ലസ് ഫൈൻ ആണെന്ത്? 0.743 എന്ന് പറയുന്നത്. അതിന്റെ 44% ആരാണ്? നമ്മുടെ ഫൈൻ അഗ്രിഗേറ്റ് ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ വോളിയത്തിന്റെ എത്ര പെർസെന്റേജ് ആണ് ഫൈൻ അഗ്രിഗേറ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? അതായത് ടോട്ടൽ വോളിയം ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.743 ഇൻറ്റു 0.44 ആണ്. ദെൻ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് നമ്മുടെ വെയിറ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. അപ്പൊ 2.6 ഇൻറ്റു 1000. ഓക്കെ, അപ്പോൾ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 849 വരും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ക്വാണ്ടിറ്റിയും കണ്ടുപിടിച്ചു അല്ലേ? മാസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്, മാസ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്, അതുപോലെ തന്നെ മാസ് ഓഫ് സിമെന്റ്, വാട്ടർ, സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് ആൻഡ് പ്ലാസ്റ്റിസൈസേഴ്സ്. അപ്പൊ എല്ലാത്തിന്റെയും ക്വാണ്ടിറ്റി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതിന്റെ മിക്സ് പ്രപ്പോർഷൻ എത്രയാണുള്ളത്. ഓക്കെ, സിമെന്റിന്റെ വോളിയാണ്. സിമെന്റിന്റെ വെയിറ്റ് 350 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, വാട്ടർ 140 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ദെൻ ഫൈൻ അഗ്രിഗേറ്റ് 849 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അതുപോലെ തന്നെ കോഴ്സ് അഗ്രിഗേറ്റ് 1103 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കെമിക്കൽ അഡ്മിക്സ്ചർ 7 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ദെൻ വാട്ടർ സിമെന്റ് റേഷ്യോ 0.4. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമ്മുടെ മിക്സ് ഡിസൈൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. ഇനി അടുത്ത എന്താണ്? നമ്മൾ ഇതിന്റെ മിക്സ് പ്രൊപ്പോർഷൻ എത്രയാന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 1:2:4 അല്ലെങ്കിൽ നമ്മൾ മിക്സ് പ്രൊപ്പോർഷൻ പറയുമ്പോൾ ആദ്യം പറയുന്നത് എന്താണ്? സിമെന്റിന്റെ ഫ്രാക്ഷൻ ആണ്.
ദെൻ ആരായിരിക്കും? സാൻഡ്, ദെൻ കോഴ്സ് അഗ്രിഗേറ്റ്. അപ്പോൾ 350 ആണ് സിമെന്റിന്റെ വെയിറ്റ് അല്ലേ? അപ്പോൾ 350 ഈസ് ടു ഫൈൻ അഗ്രിഗേറ്റ് എത്രയാണ്? 489 ഈസ് ടു കോഴ്സ് അഗ്രിഗേറ്റ് 1103. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ആദ്യം കിട്ടുന്നത് നമുക്ക് 1 ആയിരിക്കണം. 1:2 എന്ന് പറഞ്ഞ ഫോമിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എല്ലാത്തിനെയും 350 വെച്ചങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 350 ഈസ് ടു 849 ഈസ് ടു 1103 ഡിവൈഡ് ബൈ 350. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ മിക്സ് പ്രൊപ്പോർഷൻ 1:2 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ എത്രയാന്നുള്ളത് കിട്ടും. 1:2, 2.42 ഈസ് ടു 3.15. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ M25 ആവശ്യമായിട്ടുള്ള മിക്സ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഒരു ബൈ വോളിയാണ് നമ്മൾ പറയുന്നത്, ബൈ വെയിറ്റ് ആണ് പറയുന്നത്. 1 കിലോഗ്രാം സിമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് 2.42 കിലോഗ്രാം സാൻഡ് എടുക്കണം, 3.15 കിലോഗ്രാം കോഴ്സ് അഗ്രിഗേറ്റ് എടുക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മിക്സ് പ്രൊപ്പോർഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓരോ മെറ്റീരിയലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മാറുന്നതിനനുസരിച്ചിട്ടും അതിന്റെ പ്രോപ്പർട്ടീസ് വ്യത്യാസപ്പെടുന്നതിനൊക്കെ അനുസരിച്ച് അതിന്റെ കണ്ടീഷൻ, നമ്മുടെ സൈറ്റിലെ കണ്ടീഷൻ മാറുന്നതിനൊക്കെ അനുസരിച്ച് മിക്സ് പ്രൊപ്പോർഷനിൽ വ്യത്യാസം വരും. മൈൽഡ് എക്സ്പോഷർ കണ്ടീഷനുള്ള മിക്സ് പ്രൊപ്പോർഷൻ ആവില്ല, മീഡിയം, അതുപോലെ തന്നെ മോഡറേറ്റ്, സിവിയർ, ഈ കണ്ടീഷനൊക്കെ മിക്സ് പ്രൊപ്പോർഷൻസ് വ്യത്യാസം വരും. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന നോമിനൽ മിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി വളരെയധികം എന്താ പറയാ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം അത് വെച്ച് നമ്മൾ പ്രൊപ്പോർഷൻ ചെയ്തിട്ട് ആ സൈറ്റിൽ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ആ കോൺക്രീറ്റ് മിക്സിന്റെ പ്രോപ്പർട്ടീസ് ഒരിക്കലും കിട്ടില്ല. ഡിസൈഡ് ആയിട്ടുള്ള സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി ഒന്നും കിട്ടില്ല. പിന്നെ അത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം പ്രോപ്പർ ആയിട്ട് മിക്സ് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ മെറ്റീരിയൽസ് വെച്ചിട്ട് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വെച്ചിട്ട് അതിന്റെ ക്വാളിറ്റീസ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു മിക്സ് ഡിസൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് വേണ്ട സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും ഒക്കെ ആ മെറ്റീരിയലിന് കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ മിക്സ് പ്രൊപ്പോർഷൻ നമ്മൾ തന്നെ മിക്സ് ഡിസൈൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. നോമിനൽ മിക്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് ആക്ച്വലി പൊട്ടത്തരമാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ മിക്സ് ഡിസൈൻ ചെയ്തിട്ട് വേണം. അതിപ്പോ എല്ലാ പ്രൊപ്പോർഷൻസിനും, അതായത് ഇപ്പൊ നമ്മൾ 20 വരെയുള്ളതാണ് നമ്മൾ നോമിനൽ മിക്സ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. പക്ഷെ 20 വരെയുള്ളതിനും നമ്മൾ മിക്സ് ഡിസൈൻ ചെയ്തിട്ട് വേണം ആക്ച്വലി എന്ത് ചെയ്യാൻ, മിക്സ് പ്രൊപ്പോർഷൻസ് ചെയ്തിട്ട് വേണം നമ്മൾ മിക്സ് ഡിസൈൻ ചെയ്തിട്ടാണ് മിക്സ് പ്രൊപ്പോർഷൻസ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്യാം. താങ്ക് യു ഓൾ.